കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വി.ഡി. സതീശനെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ നോക്കേണ്ടെന്ന് ഗണേഷ് കുമാർ തുറന്നടിച്ചിരിക്കുന്നു. വന്ന് കാലുപിടിക്കണമെന്ന് പറയുന്നതിലൊന്നും ഒരു ന്യായവുമില്ലെന്നും NSS നേതൃത്വത്തിന് നേരെ വളരെ ശക്തമായ ഭാഷയിലാണ് മുൻമന്ത്രി കൂടിയായ ഗണേഷ് കുമാർ തുറന്നടിച്ചത്. വി.ഡി. സതീശൻ തൻ്റെ 25 വർഷത്തിലേറെയായുള്ള ആത്മസുഹൃത്താണെങ്കിൽ പോലും ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ പദവിയോട് കാണിക്കേണ്ട മിനിമം മര്യാദയും അന്തസ്സും കാണിച്ചേ മതിയാകൂ. രാഷ്ട്രീയത്തിനപ്പുറം ആ സ്ഥാനത്തെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും ഗണേഷ് കുമാർ പറയുകയാണ്. അതിനെ ചോദ്യം ചെയ്യാനോ തരം താഴ്ന്ന പദപ്രയോഗങ്ങൾ നടത്താനോ ആർക്കും ഇവിടെ അധികാരമില്ല. മുൻപ് വേറെ ആരെങ്കിലും ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ പോലും താൻ ഇതേ നിലപാടെടുത്തെന്നതും പ്രോട്ടോകോൾ മാനിക്കുക എന്നത് ഒരാളുടെ തറവാടിത്തത്തിൻ്റെ ലക്ഷണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. സുകുമാരൻ നായർ വിളിച്ചാൽ അല്ലെങ്കിൽ വിളിപ്പിച്ചാൽ മുഖ്യമന്ത്രി NSS ആസ്ഥാനത്തേക്ക് ഓടിച്ചെല്ലുമെന്ന ധാരണയൊന്നും ആർക്കും വേണ്ടെന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് 26 വർഷമായി വ്യക്തിപരമായി അറിയാവുന്ന വി.ഡി. സതീശൻ സ്വന്തം ആദർശങ്ങൾ പണയം വെച്ച് അങ്ങനെയൊരു സ്ഥലത്തും പോകാൻ സാധ്യതയില്ല എന്നത് തൻ്റെ ഉറച്ച അഭിപ്രായമാണ്. ഇതിനൊപ്പം തൻ്റെ മേൽവിലാസം ഇല്ലാതാക്കുമെന്ന തരത്തിലുള്ള വെല്ലുവിളികൾക്കും ഗണേഷ് കുമാർ ചുട്ട മറുപടി നൽകുകയാണ്. താൻ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനാണെന്നത് ആദ്യത്തെ അഡ്രസ്. 19-ാം വയസ്സിൽ സിനിമയിൽ വന്ന് ലോകമെമ്പാടുമുള്ള മലയാളി ജനങ്ങൾ നെഞ്ചിലേറ്റിയ കലാകാരനാണെന്നത് 2ാമത്തെ അഡ്രസ്സ്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരനാണെന്നത് 3ാമത്തെ അഡ്രസ്സ്. ഈ മേൽവിലാസങ്ങളെല്ലാം ജനങ്ങൾ സ്നേഹത്തോടെ തന്നതാണ്, അല്ലാതെ ആരുടെയും സഹായത്തോടെ വളഞ്ഞ വഴിയിലൂടെ നേടിയെടുത്തതല്ല എന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അഡ്രസ്സ് കളയാൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുകുമാരൻ നായരുടെ നിലപാടുകളെ ഗണേഷ് കുമാർ പൂർണ്ണമായി തള്ളിക്കളയുന്നത്. എന്തായാലും സതീശനെ തൊട്ടുകളിക്കണ്ട എന്ന ഗണേഷ് കുമാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം അതൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വി.ഡി. സതീശനെ അവൻ എവൻ എന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്നാണ്, അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. പ്രയോഗങ്ങൾ യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം NSSൻ്റെ കൂടെ മാറി ഇപ്പം ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രി കാണാൻ അവസരം ചോദിച്ചിട്ട് നൽകിയില്ല, മുഖ്യമന്ത്രി അധികാരമാണെന്നൊക്കെ പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസൗകര്യം കാണത്തില്ലയോ? ജനറൽ സെക്രട്ടറി ആണെന്ന് പോകുന്നതല്ലല്ലോ, വേറെ ആരും അയക്കാനല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സമയം പോലെ സമയം കൊടുക്കും. എപ്പോഴും മുഖ്യമന്ത്രി തിരക്കുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. ഞാനൊരു പല മുഖ്യമന്ത്രിമാരോട് ഇരുന്നിട്ടുള്ള ആളാണ്, മന്ത്രിയായിട്ടും MLA ആയിട്ടും ഒക്കെ. പക്ഷേ അവർക്ക് അവരുടെ തിരക്കുണ്ട്, സമയം കൊടുക്കുന്നതിന് അവർക്കൊരു പരിമിതി കാണും. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വി.ഡി. സതീശനെ അവൻ എവൻ എന്നൊക്കെ വിളിച്ചിട്ടുള്ള മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അത് ഏത് പാർട്ടി ആവട്ടെ എന്നാണ്, അത്തരം പ്രയോഗങ്ങളോട് യോജിക്കാൻ പറ്റത്തില്ല. പ്രയോഗങ്ങൾ യോജിക്കില്ല ഒരു കാരണവശാലും. കാരണം മുഖ്യമന്ത്രി എന്ന പദവി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് 25 വർഷത്തിലധികമായി എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് ഞാൻ കാണേണ്ടത് മുഖ്യമന്ത്രിയായിട്ട്, എൻ്റെ സുഹൃത്തായിട്ടല്ല, മുഖ്യമന്ത്രിയായിട്ട് കാണുന്നതാണ് മര്യാദയും അന്തസ്സും. അല്ലാതെ അദ്ദേഹം വന്നെൻ്റെ കാര്യം പിടിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയുള്ള കാര്യമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി തന്നെയാണ്, അദ്ദേഹം മാനിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം കൊടുക്കേണ്ട സ്റ്റാറ്റസ്, നമ്മൾ റെസ്പെക്റ്റും നമ്മൾ കൊടുക്കണം. ആരായാലും കൊടുക്കണം, ഞാനായാലും കൊടുക്കണം, വേറെ ആളായാലും കൊടുക്കണം. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെയൊന്നും അവനെവനെന്നൊന്നും വിളിക്കാൻ ആർക്കും അധികാരമില്ല. അത് അന്തസ്സല്ല, തറവാടിത്തമല്ല. പിന്നെ എൻ്റെ അഡ്രസ്സ് കളയും എന്ന് പറഞ്ഞാൽ, എൻ്റെ അഡ്രസ്സ് ആർ ബാലകൃഷ്ണപിള്ളയുടെ സൺ ഓഫ് ആർ KB ഗണേഷ് കുമാർ, സൺ ഓഫ് ആർ ബാലകൃഷ്ണപിള്ളൈ, കീഴൂട്ട് വീട് വാളക. ഇതാണ് എൻ്റെ അഡ്രസ്സ്. 2ാമത്തെ അഡ്രസ്സ് 19 വയസ്സിൽ മലയാള സിനിമയിൽ വന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായ KB ഗണേഷ് കുമാർ. 25 വർഷമായി പൊതുരംഗത്ത് നിൽക്കുന്ന, മതേതര വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന, 25 വർഷത്തിലധികമായി നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ. അത് ജനങ്ങളുടെ ഔദാര്യം അല്ലാതെ മറ്റൊരു ഔദാര്യമില്ല. ആദ്യം മകൻ എന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ ഔദാര്യം, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്. അത് കഴിഞ്ഞാൽ മറ്റെല്ലാം ജനങ്ങളുടെ, കലാകാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിച്ച അവർക്കാണ് ഈ അധികാരം. എൻ്റെ അഡ്രസ്സ് അവരിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ വേറെ ആരുടെയും സഹായം കൊണ്ട് വളഞ്ഞ വഴി കൂടെ ഉണ്ടായ അഡ്രസ്സല്ല. ആ അഡ്രസ്സ് കളയാൻ ആർക്കും പറ്റത്തില്ല. ഈ സുകുമാരനായർക്ക് മുഖ്യമന്ത്രി അങ്ങോട്ട് നിന്ന് കാണണമെന്നുള്ള ഒരു അത് മുഖ്യമന്ത്രി, ഞാൻ അറിയുന്ന വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയായിട്ടല്ല, ഞാൻ അറിയുന്ന വി.ഡി. സതീശൻ പോവില്ല. ആ സ്ഥലത്ത് പോയി ഞാൻ ഇന്നുവരെ 25 വർഷമായിട്ട് ഞാൻ അറിയുന്ന എൻ്റെ എനിക്ക് പരിചയമുള്ള അടുപ്പമുള്ള വി.ഡി. സതീശൻ അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പോവില്ല.
അയാൾ ആദർശമൊന്നും വിട്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യത്തിൽ. അത് ഞാൻ ഈ മുഖ്യമന്ത്രിയെ ഇടാവോടാന്നൊക്കെ വിളിക്കുന്നു, അവനും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചിലർ പദപ്രയോഗം നടത്തിയപ്പോഴും നമ്മൾ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി ഇതുപോലെ ചില ആളുകൾ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞു, അയാൾ അതൊന്നും പറയാൻ പാടില്ല. പൊസിഷനാണ്, പ്രോട്ടോകോളാണ്. അത് മാനിക്കുക എന്നുള്ളതാണ് ഒരുപാട് തറവാടിത്തം. അദ്ദേഹത്തെ ആ ഒരു ബഹുമാനത്തോടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 26 വർഷമായിട്ട് നല്ല സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അത് വേറെ കാര്യം. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്ത് പോകില്ല ആ രീതിയിൽ. സംസ്ഥാനത്തേക്ക് സതീശൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതുവരെ ഞാൻ കണ്ട സതീശൻ പോകാൻ സാധ്യതയില്ല. ഞാൻ അറിയുന്ന സതീശൻ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അവരല്ല. ഞാൻ മനസ്സിലാക്കിയ എന്നോട് 26 വർഷമായി പരിചയമുള്ള സതീശൻ അങ്ങനെയൊന്നും പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.